പറയുന്ന 5 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാതിരിക്കാൻ മാക്സിമം നോക്കാൻ സാധിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജി. സൗദി അറേബ്യയിൽ ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയബറ്റീസിന്റെ അഥവാ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ കുറേ ആളുകൾ എൻ്റെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അതുപോലെ കമന്റ്സിലൊക്കെ ചോദിച്ചൊരു ചോദ്യം, ഡയബറ്റീസ് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇന്ന് ഞാൻ അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണം വരത്തില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. രണ്ടാമതായിട്ട് 30 മിനിറ്റ് നടക്കണം, അല്ലെങ്കിൽ 30 മിനിറ്റ് എക്സസൈസ് ചെയ്യണം. മൂന്നാമതായിട്ട് ബേക്കറി ഫുഡുകൾ കഴിക്കരുത്. ബേക്കറിക്കാരെന്ന് വിചാരിക്കരുത്. ബേക്കറി ഫുഡ്, അതുപോലെ ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ഈ പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ്, പച്ചക്കറികൾ ധാരാളം കഴിക്കുക. ഹൈ റിച്ച് പ്രോട്ടീൻ ആയിട്ട് കഴിക്കുക. ധാന്യങ്ങളൊക്കെ കഴിക്കുക. ഈ പയർവർഗ്ഗങ്ങളൊക്കെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡയബറ്റീസ് നിർത്താൻ സാധിക്കും. നാലാമതായിട്ടുള്ള കാര്യം ഉറക്കം. 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇപ്പോൾ ആളുകൾക്കൊന്നും ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. 11 മണി, 12 മണി, 1 മണിക്ക് ആകുമ്പോൾ ഉറങ്ങുന്നത്. അതൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള മെയിൻ കോസാണ്. പിന്നെ അഞ്ചാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? അഞ്ചാമതായിട്ട് നോക്കുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. സ്ട്രെസ്സിനെ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാക്സിമം നിങ്ങൾക്ക് ഡയബറ്റീസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഭക്ഷണമാണ് സിസ്റ്റർ കഴിക്കുന്നത്, ഡയബറ്റീസ് ഓൾറെഡി ഉണ്ട്, അപ്പം ചിലർ പറയുന്നു ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറയുന്നു, കുറച്ച് പേര് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്? അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവരെ DM ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാൻ എനിക്ക് ടൈം കിട്ടുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.